അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. നെയ്യൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു പ്രത്യേക മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള ഒരു കുഞ്ഞു മാങ്ങയുണ്ട്. അതാ ഇത്രയും മാമ്പഴമായിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാൻ സ്മിത. അപ്പം നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേയായിട്ട് ഞാനൊരു കാര്യം കൂടി പറയാം. എൻ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2ാമത്തെ ചാനലാണ്. നമുക്ക് ഒരു ചാനൽ കൂടി ഉണ്ട്, യൂണിക് ഫാമിലി എന്ന് പറഞ്ഞിട്ട്. ഈ ചാനലിൻ്റെ പേര് യൂണിക് ഫാമിലി 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ ഉണ്ടാവുക നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിക്കുന്ന കൂടുതലും നമ്മുടെ പറമ്പിൽ നിന്ന് പൊട്ടിക്കുന്ന പച്ചക്കറികൾ കൊണ്ടുള്ള പാചകങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. ബാക്കി സ്നാക്സും നോൺ വെജും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടാവുക കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ യൂണിക് ഫാമിലിയിലെ ഡേ മൈ ലൈഫ് പോലെയാണ് എല്ലാതും ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പാചകത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നമുക്ക് ക്യാപ്ഷനൊന്നും എഴുതാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ 2 വർഷമായിട്ട് തന്നെ ആ വീഡിയോ കാണുന്ന പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാനൽ സ്മിത തുടങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ 2ാമത് നമ്മുടെ പാചകത്തിൻ്റെ വീഡിയോ ആയിട്ട് മാത്രം തുടങ്ങണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാമ്പഴത്തിൻ്റെ തൊലി അല്ലാട്ട് ചേർത്തേണ്ടത്, തൊലി ചീന്തിയാണ് കളയേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ചീന്തി കളയണം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ കുഞ്ഞു മാങ്ങകൾ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ച് പഠിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കിട്ടും. അതല്ല വേറെ ഏത് മാങ്ങയിലും എല്ലാ മാങ്ങ ഉപയോഗിച്ച് വയ്ക്കാം. പക്ഷേ ഇതേപോലെ ചെറിയ മാങ്ങ ഉപയോഗിച്ചിട്ട് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം ഞാൻ അതാ തൊലി കളഞ്ഞ ഓരോന്നും നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ എല്ലാ മാമ്പഴവും നമുക്ക് അതേപോലെ തന്നെ ഇതാ കൈ കൊണ്ട് തന്നെ തൊലി ഇങ്ങനെ വലിച്ച് കളയാം കേട്ടോ. അതാ ഇത്രയും മാമ്പഴമായിട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ മാമ്പഴത്തിലേക്ക് ഉണ്ടല്ലോ നമുക്കിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി നമുക്കിതാ അധികം വേണ്ട കേട്ടോ മുളക് പൊടി. നമ്മളിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്കാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇതാ നമ്മുടെ മാമ്പഴം നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്കിതാ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിക്കാം കേട്ടോ. മാമ്പഴം മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഒന്ന് കയ്യിലുകൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ മാമ്പഴം ഇട്ടിട്ട് ഒരു 3 വിസിലടിച്ചാലും മതി കേട്ടോ. അതല്ല ചട്ടിയിലാണെങ്കിൽ മാമ്പഴം മുങ്ങി കിടക്കാവുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ അടുപ്പത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതാ മൂടി വെച്ച് ഇതാ തീ കത്തിച്ച് നമുക്കിതാ അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ മാമ്പഴമൊക്കെ ഇട്ടിട്ട് നമുക്ക് നോക്കാം വെന്തോന്ന് കേട്ടോ. അപ്പോൾ നോക്കിയേ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ട. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ഉണ്ടല്ലോ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു അച്ച് ബെല്ലം നമ്മളിതാ ഉരുക്കിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം വെള്ളത്തിലേക്ക് ചിലപ്പോൾ മൺതരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നേരിട്ട് ഇതിൽ ബെല്ലം ഇടണ്ട. നമ്മൾ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാട്ടോ ഈ ശർക്കരപ്പാനി. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുള്ളത്. അത് നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് മാമ്പഴം ഒന്നും കൂടി നന്നായിട്ടൊന്ന് വറ്റി എടുക്കാട്ടോ. നമുക്ക് തീയൊന്ന് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാമ്പഴമൊക്കെ ഇട്ടിട്ട് തിളച്ച് വന്ന സമയത്ത്. ഇപ്പം ഞാനിതാ തീ വീണ്ടും കൂട്ടി വയ്ക്കുകയാണ്. എന്നിട്ടിതാ നമ്മൾ മൂടി ഒന്നും വെക്കില്ല. നന്നായിട്ട് നമുക്കിങ്ങനെ മാമ്പഴം ഇതിൽ കിടത്ത് ഇങ്ങനെ നല്ല കുഴമ്പ് രൂപത്തിൽ വെള്ളത്തിൽ വറ്റിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ മാമ്പഴമൊക്കെ ശർക്കരപ്പാനിയിലേക്ക് ഇടുന്ന തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമായിട്ട് അടിയിൽ പിടിക്കാതെ നോക്കണം. ആ സമയം കൊണ്ട് നമുക്കുണ്ടല്ലോ അതാ 6 മാമ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ 2 പിടി നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ അധികം പുളിയില്ലാത്ത ഒരു 1/2 കപ്പ് തൈരും കൂടി നമ്മളിതാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നാളികേരവും ഈ തൈരും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വെണ്ണ പോലെ തന്നെ നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. നോക്കിയേ നമ്മളിതാ നല്ല വെണ്ണ പോലെ തന്നെയായിട്ട് അത് അടിച്ചെടുത്തിട്ടുള്ളത്. നാളികേരം തൈരും കൂടി ഒരുമിച്ച് അടിച്ചിട്ട് നമ്മൾ അതിലേക്ക് കറിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാട്ടോ. പിരി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കി നമ്മുടെ മാങ്ങ നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്കുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ നെയ്യ്
നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ. ആകെ 1/2 ടീസ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുത്ത നമ്മുടെ നാളികേരം തൈരുണ്ടല്ലോ, നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് കഴുകിയും കൂടി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നാളികേരമൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ജാറൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിതാ നമ്മുടെ ഈ നാളികേരത്തിലും തൈരിലും കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കി വരട്ടെ. തീ ഇപ്പോഴും നമ്മൾ കൂട്ടി തന്നെയായിട്ട് വെച്ചിട്ടുള്ളത്. ഇപ്പം നോക്കിയേ, കണ്ട നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു പാകം. നമ്മുടെ ചട്ടിയായ കാരണം നമുക്കറിയാം ഇതിലിരുന്ന് ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ ഈ ഒരു ചട്ടിയിലൊക്കെ വെക്കണമെന്ന് വെച്ചാൽ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ ഓഫാക്കണം കേട്ടോ. അപ്പം ഞാനിതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്യണില്ല. നമുക്കിതാ നമ്മുടെ ചട്ടി ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് താളിക്കണം. അപ്പം നമ്മളിതാ ഒരു ചീനിച്ചട്ടി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ഇതാ ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മൾ വെളിച്ചെണ്ണ എല്ലായിട്ട് ഒഴിക്കണേ, നെയ്യാണ് ഒഴിക്കണത്. 2 ടീസ്പൂൺ നെയ്യാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. നെയ്യിൽ താളിക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായി ചൂടാവട്ടെ. ഇതാ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കിയേ, 1 ടീസ്പൂണ് കടുക്, പിന്നെ 2 പച്ചമുളക്. നോക്കിയേ, ഒരു നമ്മളിങ്ങനെ 2 ഇങ്ങനെ പിടിച്ച എത്രയും ഉണ്ടാവും ഉലുവ, അത്രയും ഉലുവയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 കതിര് കറിവേപ്പില. നമ്മുടെ മുളകൊക്കെ ചെറുതായിട്ട് കളർ മാറി വന്നു. ഈ സമയത്ത് നമുക്കിതാ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇതാ റെഡി ആയിട്ടാ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു കറിയാണ് കേട്ടോ മാമ്പഴ പുളിശ്ശേരി. നെയ്യൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ എന്താ പറയുക, യൂണിക് ഫാമിലി കാണുന്നവർക്കറിയാം ഞാൻ കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ വരിക എൻ്റെ ഷായേട്ടനാണ്, അതായത് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായേട്ടനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അപ്പം എൻ്റെ ഷായേട്ട കേട്ടോ. ഓ, കാണുമ്പോഴാണ് നോക്കിയേ വായിൽ വെള്ളം വന്നു തുടങ്ങി. അരിഞ്ഞു പോണം, അത്ര രസട്ടാ, നല്ല രസമായിട്ടുള്ളതാ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഇത്, പെട്ടെന്ന് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്, രസല്ലേ? പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ യൂണിക് ഫാമിലിയിലാണ് നമ്മൾ പാചകങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിലത്തെ പാചകങ്ങൾ തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ ഈ യൂണിക് ഫാമിലി 2.0 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ചാനലിലും കാണിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കിയോളാട്ടാ, അത്ര രസമായിട്ടുള്ളതാണ്. ഒന്ന് നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കേട്ടാ.